ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് തിലോപ്പിയ മീനാണ്. അപ്പോൾ മീൻ ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീൻ 3ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലുപ്പത്തിലുള്ള മീനായതുകൊണ്ടാണ് നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ഞാനൊരു 6-7 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുടംപുളി വേണം. കുടംപുളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വയ്ക്കാം. അതിനായിട്ട് മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഉലുവ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ കുടംപുളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ആ ഒരു ചൂടുവെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള മീനിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകിയും വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. തവി കൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും. തിലോപ്പിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുന്നവരെ വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ മീൻകറിയുടെ ചാറൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മീനൊക്കെ നന്നായിട്ട് വെന്ത് കുറച്ചൊന്ന് പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിനാവണം. അപ്പോൾ അതുവരെ നമ്മൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിലോപ്പിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്